ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഒരു വെറൈറ്റി തന്നെയാണെന്ന്. അപ്പോൾ ഇപ്പം മാമ്പഴക്കാലമാണ്. നമുക്ക് മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ കൂടുതലും വെറുതെ പോവാണ്. അപ്പോൾ ഏതെല്ലാം രീതി യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മാങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാനൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്, നന്നായി വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൂടൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുവേണ്ടി ഞാൻ കുറച്ച് മാങ്ങ ചെത്തി എടുത്തിട്ടുണ്ട്, അത് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ്, പുട്ടിന് വേണ്ടി വറുത്തതാണ്. അപ്പോൾ അതിന് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ പൊടിയെല്ലാം നനച്ചെടുത്തിട്ടുണ്ട്, നല്ലതുപോലെ വന്നിട്ടുണ്ട്, ഒന്നിനൊന്ന് തൊടാതെ വന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, പൾപ്പെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയെന്നാൽ കുറേശ്ശെ പൾപ്പെടുക്കുക. ഞാനിത് നേരത്തെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതായതുകൊണ്ട് എനിക്ക് ആ ക്വാണ്ടിറ്റി അറിയാം. ഞാനിപ്പോൾ 1 കിലോ പുട്ട് പൊടിയാണ് എടുത്തേക്കുന്നത്. അതിനൊരു 4 മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. മാങ്ങ ചെറുതാണ്, ഈ ഇരിക്കുന്ന മാങ്ങയുടെ വലിപ്പം അനുസരിച്ചും പൾപ്പ് കിട്ടുന്നതനുസരിച്ചും നമ്മൾ ഉപയോഗിക്കുക. അന്നേരം കുറേശ്ശെ പൾപ്പ് വെച്ച് നനച്ചെടുക്കുക. കണ്ടില്ലേ, നല്ല രസമുണ്ട്, നല്ലൊരു മഞ്ഞ കളറും ഒക്കെ. എന്താ ഒരു മണം. ഇനി നമ്മൾ പുട്ടിന് ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നത് തേങ്ങ തന്നെയാണ്. തേങ്ങയുടെ നമ്മളിതിൻ്റെ കൂടെ ഇളക്കിയെടുക്കുകയാണ്. ഭംഗി കാണും, ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ട് ഭംഗി കൂടുതലൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ്. ഞാനെപ്പോഴും ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പം എല്ലാം നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് കുറ്റിയിലോട്ട് വാരി വെക്കാം. കുറ്റിയുടെ അടിയിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നനയ്ക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. രുചിയൊന്നുമില്ല. നമുക്ക് വെളുത്ത വിഷമായിട്ടുള്ള പഞ്ചസാര മാക്സിമം ഒഴിവാക്കാൻ നോക്കും ഇങ്ങനെയൊക്കെ എടുത്താൽ. പുട്ടിന് പഞ്ചസാര ഇടുന്നവർക്ക് പഞ്ചസാര ഇടാതെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മൾ ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം പുട്ടിൻ്റെ ആവിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്താ ഒരു ഭംഗി, നല്ലൊരു കളറും മണവുമാണ് ഇതിന്. എന്താ ചോളപ്പുട്ടും മാറിപ്പോവും കളറിനകത്ത്. അപ്പോൾ നമുക്ക് അടുത്തത് ഇതുപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ കുറ്റിയും പൊട്ട് വെന്തിട്ടുണ്ട്. എന്താ ഒരു കളറെന്നുണ്ടല്ലേ, നല്ലൊരു കളറാണ്. നമ്മുടെ മാമ്പഴപ്പുട്ട് തങ്കപ്പന് കൊടുക്കുകയാണ്. തങ്കപ്പൻ്റെ സന്തോഷവും അഭിപ്രായവും കേൾക്കാം. ചോളമാണോ റവയാണോ? ഒന്നുമല്ല. പിന്നെ എങ്ങനുണ്ട്? രുചിയുണ്ട്. ആണോ? ഇത് മാമ്പഴപ്പുട്ട്. അല്ല, ഇത് മാങ്ങ രുചി പറഞ്ഞല്ലോ. മാങ്ങയുടെ രുചിയുണ്ടോ? അല്ല, ഇങ്ങനെ തരിയായിട്ട് എങ്ങനെ കിട്ടിയത്? അത് പൊടി ഉണക്കി പിടിച്ചോ? അല്ല, അരിപ്പൊടി ഇടും. ഇപ്പോഴുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ നമ്മുടെ മാമ്പഴപ്പുട്ട് തങ്കപ്പനാണ് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നത്. പരീക്ഷണ എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാണോ? സൂപ്പറാ സാറേ, നല്ല. ഓക്കെ.
അപ്പോൾ നമ്മുടെ ഹെൽത്തിയും വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴപ്പുട്ട് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ച് നോക്കി എൻ്റെ വീഡിയോസിൻ്റെ അടി കമൻറ്റുകൾ ഇടുക. ഇതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് വരെ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.